ശാസ്ത്രം പറയുന്നത് 8 മണിക്കൂർ മിനിമം ഉറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ യുവജനങ്ങൾ, കൗമാരക്കാർ, കൊച്ചു കുട്ടികൾ വരെ രാത്രി മൊബൈലും കണ്ട് അവരുടെ ഉറക്കം എന്ന ഇതിലേക്ക് കടന്ന് വേറെ ഏതോ ലോകത്ത് ജീവിക്കുകയാണ്. 20 വയസ്സുള്ള കുട്ടികൾ വരെ ഡിപ്രഷന് ലിത്യം എന്ന് പറയുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലും കോളേജിലും പോകുന്ന പിള്ളേർ ആങ്സൈറ്റി, ഡിപ്രഷൻ മരുന്ന് കഴിക്കുകയാണ്. ചെറുപ്രായത്തിൽ ഡയബറ്റിസ്, രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റേന്ന് കാണുന്നത് മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരെയാണ്. ഇത് കേൾക്കുന്നവരോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും പ്രധാനം കോഗ്നീഷൻ, തിരിച്ചറിവ്. രണ്ടാമത് അഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയാണ് പറയുന്നത്. എൻ്റെ അഫക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൊളീഷൻ, എൻ്റെ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനം. നമ്മളൊരാൾ വെറുതെ ഇരിക്കുന്ന ഒരാൾ പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ ചുറ്റുവട്ടം കിട്ടുന്ന ഇൻപുട്ടുകളാണ്. നമ്മളെ ചുറ്റുവട്ടമുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു. ഇപ്പോൾ മഴ വന്നു, നമ്മൾ ഓടി കുട നിവർത്തി എന്ന് പറയുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ള നടക്കുന്ന സംഭവങ്ങൾക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, പ്രതിപ്രവർത്തനം. എന്താണ് ഈ കോഗ്നീഷൻ എന്ന് പറയുന്നത്? ആദ്യമായിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആനയെ കാണുമ്പം നമ്മൾ ആനയെക്കുറിച്ച് കണ്ടിട്ടേ ഇല്ല, അറിയാനും പാടില്ലാത്തൊരു സാധനമാണ് ആനയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ പറയും ഏറ്റവും വലിയ മൃഗങ്ങളിലൊന്നാണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു പിക്ചർ, ഒരു പടം വരച്ചുണ്ടാക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്നത്. വെറും വാക്കുകളായിട്ടല്ല, ആ വാക്കുകളുമായിട്ട് കണക്ട് ചെയ്ത് രൂപങ്ങൾ നമ്മുടെ തലച്ചോറിൽ വരികയാണ്. അപ്പോൾ നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ, പിന്നീട് നമ്മൾ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ രൂപവും ആ സാഹചര്യവും എല്ലാം നമ്മുടെ മനസ്സിൽ വരികയാണ്. ഇതിനെയാണ് കോഗ്നീഷൻ എന്ന് പറയുന്നത്. മറവി രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡിക്ലൈനാണ്. എന്ന് വെച്ചാൽ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ കുറയുക അല്ലെങ്കിൽ നശിച്ചു വരുന്നതിനാണ് ഡിക്ലൈൻ ചെയ്യുക എന്നുള്ളത്. കോഗ്നിറ്റീവ് ഡിക്ലൈനാണ് ഈ മറവി രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ.